ജനങ്ങളിപ്പം പറയുന്നത് പൂർണ്ണമായിട്ടും അദ്ദേഹം ഒരു നുണ പറയുന്ന മുഖ്യമന്ത്രി എന്നുള്ളതാണ്. എന്നാൽ ഈ ഗവൺമെന്റ് വന്നപ്പോൾ റേഷൻ കടയിൽ ഇപ്പൊ നേരെ 3 ഇരട്ടി വിലയാണ്. നമസ്കാരം. വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള യു.ഡി.എഫ് ഭരണം 100 ദിവസം തേക്കുകയാണല്ലോ, എന്താണ് അഭിപ്രായം? തികച്ചും നിരാശാജനകമായ ഒരു ഭരണമാണ് ഈ 100 ദിവസം കൊണ്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. മെയ് 18-ാം തീയതിയാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്. ആ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കേരളത്തിന്റെ ജനാധിപത്യ മതനിരപേക്ഷ പാരമ്പര്യത്തെ ആകെ തകിടം മറിക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. വന്ദേമാതരം നേരത്തെ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു, പക്ഷേ സത്യപ്രതിജ്ഞ ചടങ്ങിൽ തന്നെ വന്ദേമാതരം അങ്ങനെ തന്നെ പൂർണ്ണമായും അത് ആലപിച്ചു. അത് തന്നെ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഒരു സംഭവമാണ്. ഇന്ത്യയിൽ തന്നെ ഒരു BJP ഇതര ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. പിന്നെ തീർത്തും ഗവർണർ എന്ന് പറഞ്ഞാൽ BJP-ക്കാരൻ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഇംഗിതത്തിനനുസരിച്ച് പോകുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രിയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. അതുപോലെ തന്നെ നിലപാട് വി.ഡി. സതീശൻ പ്രതിപക്ഷത്തായിരിക്കുമ്പോഴുള്ള നിലപാടും ഇപ്പോഴുള്ള നിലപാടും തമ്മിൽ ഗജാന്തരം വ്യത്യാസമുണ്ടെന്നുള്ള ഒരു ആരോപണം, അതിനെപ്പറ്റി എന്താ പറയാ? അത് തീർത്തും ശരിയാണ്. എന്ന് പറഞ്ഞാൽ ഇലക്ഷന് ജയിക്കുന്നതിന് വേണ്ടി എന്തൊക്കെയോ അദ്ദേഹം പറഞ്ഞു. ആ പറഞ്ഞതെല്ലാം വിഴുങ്ങുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. മാത്രമല്ല ജനങ്ങളിപ്പം പറയുന്നത് പൂർണ്ണമായിട്ടും അദ്ദേഹം ഒരു നുണ പറയുന്ന മുഖ്യമന്ത്രി എന്നുള്ളതാണ്. കേരളത്തിലെ ഒരു നുണ പറയുന്ന മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശൻ എന്നൊരു ബ്രാൻഡ് അദ്ദേഹം സ്വീകരിക്കേണ്ടായി. അദ്ദേഹം നേരത്തെ പറഞ്ഞത് കേരളത്തിൽ എല്ലാവർക്കും KSRTC ബസ്സിൽ എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര, പക്ഷേ ഇപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ട ബസ്സുകളിൽ മാത്രമാണ്. അത് മാത്രമല്ല അദ്ദേഹം അതിന് ഇതൊരു ഗിമ്മിക്കാണ്. 600 കോടി ഉറുപ്പിയാണ് ബജറ്റിൽ നീക്കി വെച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന LDF ഗവൺമെന്റ് വേറെ പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതിക്ക് 3200 കോടിയാണ്. ആ 3200 കോടി ജനങ്ങൾക്ക് കിട്ടുമായിരുന്നു. വി.ഡി. സതീശൻ അധികാരത്തിൽ വന്നിട്ടില്ലായിരുന്നു എങ്കിൽ, LDF ആയിരുന്നുവെങ്കിൽ. അതിന് പകരം 600 കോടി രൂപയെ കൊണ്ടാണ് ഈ തെരഞ്ഞെടുക്കപ്പെട്ട ബസ്സുകളിൽ മാത്രം സൗജന്യ യാത്ര അനുവദിച്ചത്. മറ്റൊരു കാര്യം, നമ്മുടെ യുവാക്കളെ സംബന്ധിച്ച് യുവാക്കളാണ് എൻ്റെ ആകെ എന്നുള്ള ഒരു പ്രതീതിയാണ് അദ്ദേഹം ആദ്യം ഉണ്ടാക്കിയത്. പക്ഷെ ഇപ്പോൾ യുവാക്കളെ വഞ്ചിക്കുന്ന നിലപാടാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വാഹനങ്ങളൊക്കെ തന്നെ മോഡിഫിക്കേഷൻ വരുത്താം, അങ്ങനെ എന്തെല്ലാമോ വാഗ്ദാനങ്ങൾ യുവാക്കളെ ആകെ വഞ്ചിച്ചു. ഇപ്പോൾ അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് കൂടിയാണ്. അദ്ദേഹത്തിന് അറിയാനിട്ടല്ല ഇക്കാര്യം. എന്നാൽ കേന്ദ്ര നിയമത്തിനനുസരിച്ച് മാത്രമേ ഇത് നടപ്പിലാക്കാൻ വേണ്ടി കഴിയൂ എന്ന് ഏതൊരാൾക്കും അറിയാവുന്ന ഒരു തത്വമാണിത്. 100 ദിവസം തേക്കുന്നതും ഓണാഘോഷവും ഏകദേശം ഒരേ സമയത്താണ് വന്നിട്ടുള്ളത്. അതെ. അപ്പോ ഓണത്തിന്റെ തലേ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് വിലക്കയറ്റം നിയന്ത്രിക്കാൻ എല്ലാവിധ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന്. എത്രമാത്രം അത് വിപണിയെ നിയന്ത്രിക്കാൻ പറ്റിയിട്ടുണ്ട്? കഴിഞ്ഞ 10 വർഷക്കാലം വിലക്കയറ്റം നമുക്ക് വലിയ തോതിൽ അനുഭവപ്പെട്ടിട്ടില്ല. ഇന്ത്യ രാജ്യത്ത് വിലക്കയറ്റം വലിയ തോതിൽ കേന്ദ്ര ഗവൺമെന്റ് നയത്തിന്റെ ഭാഗമായിട്ട് വരുന്നുവെങ്കിലും കേരളത്തിൽ വലിയ തോതിൽ വിലക്കയറ്റം അനുഭവിച്ചിട്ടില്ല. കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇവിടെ മാന്ത്രിക വടിയൊന്നുമില്ല. മാർക്കറ്റിൽ ഇടപെടുക, വിപണിയിൽ ഇടപെടുക, അതാണ് 10 വർഷക്കാലം ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്തത്. എന്നാൽ ഈ ഗവൺമെന്റ് വന്നപ്പോൾ റേഷൻ കടയിൽ ഇപ്പൊ നേരെ 3 ഇരട്ടി വിലയാണ്. 26 രൂപക്കാണ് 1 കിലോ അരിയിപ്പം കൊടുത്തിട്ടുള്ളത്. അത് ഈ ഓണക്കാലത്ത് കുറച്ചു കൊടുക്കാമായിരുന്നു. ആവശ്യമായ ഇടപെടൽ അദ്ദേഹം നടത്തിയിട്ടില്ല. 10 രൂപ 90 പൈസ കിട്ടിയ അരിയാണത്. അതാണ് 26 രൂപക്കാണ് ഇപ്പം റേഷൻ കടയിലൂടെ കൊടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ഈ പഞ്ചസാര കേന്ദ്ര ഗവൺമെന്റ് നയത്തിന്റെ ഭാഗമായിട്ടാണ് എത്തനോളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി കരിമ്പ് ഒക്കെ വന്നല്ലോ. അപ്പൊ അതിന്റെ പകരം വലിയ തോതിൽ വിലക്കയറ്റുണ്ടായി. ഓണം ആകെ തന്നെ മധുരമില്ലാത്ത ഓണമായിട്ട് മാറി. അതിനാവശ്യമായ ഒരു നടപടിയും അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പിണറായി സർക്കാരിന്റെ ആഡംബരത്തെ കുറിച്ച് പലതവണകളായി വി.ഡി. സതീശൻ പല വേദികളിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ചെലവേർക്കുന്ന രീതിയിലുള്ള ഒരു ഗവൺമെന്റ് ആണ് എന്ന അഭിപ്രായമുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം നാട്ടുകാർക്ക് ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോ ആഡംബരത്തെ പറ്റി പറഞ്ഞത് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത് അത് വലിയ ആഡംബരമാണ്, അല്ലെങ്കിൽ ഇവിടെ പണച്ചെലവ് കൂടുതൽ വന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഇപ്പം എന്താ ചെയ്തത്? അദ്ദേഹം നേരെ ഈ സത്യപ്രതിജ്ഞ ചെയ്ത ഉടനെ തന്നെ നേരത്തെ സർക്കാർ ആവശ്യത്തിന് വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹമാണ് സ്വകാര്യ യാത്ര നടത്തിയത്. അത് മാത്രമല്ല ഈ മഴക്കെടുതി നടന്നല്ലോ. ഈ മഴക്കെടുതി 2 ദിവസം കേരളത്തിൽ ഇദ്ദേഹം അധികാരത്തിൽ വന്നപ്പോ ആദ്യമായിട്ട് 2 ദിവസം മഴ പെയ്തത്. ആ 2 ദിവസം മഴ പെയ്തപ്പോ ആ മഴക്കെടുതികൾ അനുഭവിക്കുന്ന ജനങ്ങളുടെ ദുരിതം കാണുന്നതിന് വേണ്ടി അങ്ങോട്ടേക്കല്ല പോയത്. നേരെ പോയത് ഒരു സ്വകാര്യ വിരുന്നിനാണ്. ആ വിരുന്നിന് പോയിട്ട് അവിടെ നിന്ന് നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അവസാനം ഇത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഒരു പ്രതികരണമാണ്. ആ പ്രതികരണമാണ് കേരളത്തെ ആകെ തന്നെ അപമാനിക്കുന്ന ഒരു പ്രതികരണമാണ്. മുൻ മുഖ്യമന്ത്രി പരിഹസിക്കുന്ന ഒരു നിലപാട്. പഴയ മുഖ്യമന്ത്രി ഭക്ഷണമൊന്നും കഴിച്ചിട്ട് പട്ടിണി കിടന്നാണല്ലോ എന്നൊക്കെ പറഞ്ഞ ഒരു അപഹാസ്യമായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. അത് മാത്രമല്ല
സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്വകാര്യ ഹെലികോപ്റ്റർ എടുത്തുകൊണ്ടാണ് അദ്ദേഹം പിന്നെ മംഗലാപുരത്തേക്ക് പറഞ്ഞത്. അത് എന്തിനു പോയി എന്ന് പോലും കേരളത്തിൽ ഇതുവരെ വിശദീകരിച്ചിട്ടില്ല. ഒരു നിഗൂഢതകൾ നിറഞ്ഞൊരു മുഖ്യമന്ത്രി. അത് വേണം നമുക്ക് അദ്ദേഹത്തെ വിലയിരുത്താൻ. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് പിണറായിയുടെ ഹെലികോപ്റ്റർ യാത്രയെ കുറിച്ച് ഇതുവരെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. ഇത് മാധ്യമങ്ങളോട് അദ്ദേഹം തുറന്നു പറഞ്ഞതല്ലേ. മാധ്യമങ്ങളുടെ നമ്മുടെ അച്ചടി മാധ്യമങ്ങളും അതുപോലെ ദൃശ്യമാധ്യമങ്ങളും ഒക്കെ അദ്ദേഹം പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. അദ്ദേഹം പറഞ്ഞു ഒരു നുണ പറയുന്ന മുഖ്യമന്ത്രി. പറഞ്ഞ കാര്യങ്ങൾ അവിടെ നിൽക്കാതെ ആ വസ്തുതകൾ അങ്ങനെ തന്നെ അംഗീകരിക്കാതെ മാറ്റി പറയുക എന്ന് പറഞ്ഞാൽ നുണകൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക. ഇതാണ് അദ്ദേഹം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്.